പ്രസവരക്ഷ വീഡിയോ വിത്തൗട്ട് പ്രസവം. ഇവനാണ് നമ്മുടെ വീഡിയോയിലെ ഇന്നത്തെ ഹീറോ. ഒരു പ്രസവ വാർഡാക്കി. ഞാൻ ഇനി ഏത് കാലത്താണ് പ്രസവിക്കുന്നതെന്ന് ആർക്കറിയാം. കൊച്ചിന് പാലൊക്കെ കൊടുത്തിട്ടാണ് കുളിക്കാൻ പോകുന്നത്. ഈ മഞ്ഞ് പോകോ ഇല്ലേന്ന് എനിക്ക് ഇപ്പൊ ഒരു സംശയം. ഇല്ലല്ലോ, കൊച്ചു കരഞ്ഞൊന്നും ഇല്ലല്ലോ. കൊച്ചു ഭയങ്കര കഴിക്കായിരുന്നു. അത് കത്തിച്ച് കളയില്ലേ, ആകെ 2-3-7 മുടിയാണുള്ളത്. ഐ എം ഫീലിംഗ് ഫ്രഷ് ആൻഡ് കാം. ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ പ്രസവരക്ഷ വീഡിയോ വിത്തൗട്ട് പ്രസവം. ആക്ച്വലി അങ്ങനെയൊന്നും അല്ല. ഞാനാണെങ്കിൽ എനിക്കിന്ന് കോളേജുണ്ട്, ആഫ്റ്റർനൂണാണ് കോളേജ്. കോളേജിൻ്റെ ടൈമിങ് ഇപ്പോൾ നമുക്ക് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഫോർ സം റീസൺ 2 മണി തൊട്ട് 5 മണി വരെയാണ് കോളേജ് ടൈം. അപ്പോൾ രാവിലെ ഫ്രീ ആണ്. ഞാൻ കുറച്ച് ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു. കുറച്ച് കഴിഞ്ഞ ദിവസങ്ങൾ കുറേ സെമിനാർ, അസൈൻമെൻറ്റ്, കുറേ പരീക്ഷകൾ, എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്ന് ഒരു പിടിയുമില്ല. പക്ഷെ എന്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കാര്യമായിട്ട്. നല്ലപോലെ സ്ട്രെസ്സായിരുന്നു. ആൻഡ് ഇപ്പോഴും എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രസൻറ്റേഷൻസൊക്കെ ഇനിയുണ്ട്, 2 കൂടി ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഞാൻ എൻ്റെ അടുക്കളയിൽ താഴെ കിച്ചണിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോൾ അവിടെ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ ചെറിയ തോതിൽ കുറച്ച് സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ മഞ്ഞളുണ്ട്. മഞ്ഞൾ പറിച്ചുകൊണ്ട് വെച്ചിരിക്കുക, നല്ല മുഖത്തൊക്കെ ഇടാൻ പറ്റുന്ന മഞ്ഞൾ. അപ്പോൾ അതിങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോൾ ഐ തോട്ട് എനിക്കെന്തോ ഒരു പണ്ടത്തെ ഒരു വൈബൊക്കെ അടിച്ച്. പണ്ടെൻ്റെ ഇത്താമാർ പ്രസവിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് നമുക്കിപ്പോൾ 5 പ്രസവങ്ങൾ വീട്ടിൽ നടന്നിട്ടുണ്ട്. അതിൽ ഇവർ ആദ്യത്തെ പ്രസവങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഇവിടെ തന്നെ ആയിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മൂത്ത ഇത്താടെ ആദ്യത്തെ കുട്ടി നമ്മുടെ ആദിലിനെ പ്രസവിച്ചതിന് ശേഷമുള്ള ഇവളെ ആ സമയം ഞാൻ എത്ര 10ലെങ്ങാനും പഠിക്കുകയാണെന്ന് തോന്നുന്നു. ആ ടൈമിൽ ഇവളിങ്ങനെ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നു, അത് കഴിഞ്ഞ് മുടിയൊക്കെ പുകയ്ക്കുന്നു, ഇത് കുറേ ഫുഡുകൾ, അത് കഴിഞ്ഞതിന് ശേഷം കുറേ സ്പെഷ്യൽ ഫുഡുകളൊക്കെ കൊടുക്കുന്നു. അപ്പം ഇതൊക്കെ ഞാൻ ഇവളെ കൂടെ ഇങ്ങനെ നിന്ന് സൈഡിൽ കൂടെ പോയിരുന്ന് ഞാനും അതൊക്കെ എന്താ പറയുക, എനിക്കും തലയിലൊക്കെ പുകയൊക്കെ പിടിച്ചു തരാനൊക്കെ പറഞ്ഞ് ഞാനൊക്കെ പോയിരിക്കാറുണ്ട്. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിൽ കൂടി ഓടി വന്നു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ലൈലാമ്മച്ചിയാണല്ലോ താരം. ലൈലാമ്മച്ചിയോട് പറഞ്ഞു, ലൈലാമ്മ എനിക്ക് അതുപോലെയൊക്കെ എല്ലാം ചെയ്തു തരണമെന്ന് പറഞ്ഞ്. ഞാൻ ഇനി ഏത് കാലത്ത് പ്രസവിക്കുമെന്ന് നമുക്കറിയാൻ പാടില്ലല്ലോ. എൻ്റെ ഈ പ്രായത്തിൽ എൻ്റെ 2ാമത്തെ താക്ക് മക്കൾ 3. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓരോ ആൾക്കാർക്കും പല തരത്തിലാണ് ഓരോ ജീവിതങ്ങൾ. ആൻഡ് നോട്ട് ഫിക്സഡ് ഫോർ എവരി വൺ, ആൻഡ് ഐ ആം ഓക്കെ വിത്ത് ദാറ്റ്. സോ അപ്പോൾ നമുക്ക് പിന്നെ അതിനിപ്പോൾ വേണ്ടി എനിക്ക് പോയി പ്രസവിക്കാനൊന്നും എനിക്ക് പറ്റത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രസവരക്ഷ എനിക്ക് അങ്ങനത്തെ രീതിയിൽ എനിക്കൊന്ന് ഫ്രഷ് ആവണം, എനിക്കതൊക്കെ ചെയ്തു തരുമെന്ന് ചോദിച്ചപ്പോൾ ചെയ്തു തരാം. അവർ ഭയങ്കര എക്സൈറ്റഡായി. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. സെൽഫ് കെയർ വീഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് താഴെ പോയി നമുക്കതിൽ മുഖത്തിടാനുള്ള പാക്ക് ഉണ്ടാക്കാം. കമോൺ ഗൈസ്. ഇവനാണ് നമ്മുടെ വീഡിയോയിലെ ഇന്നത്തെ ഹീറോ. ഈ വീഡിയോ എടുക്കാനുള്ള കാരണം ഇവനാണ്. നമുക്ക് കുറച്ച് അലോവേര പറിച്ച് ഇതും കൂടെ മിക്സ് ചെയ്തൊരു പാക്ക് ഉണ്ടാക്കാം. ഓക്കെ, എത്ര മതിയോ? ഇതാണ് ബയോഗ്യാസ് പ്ലാന്റ്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ കുക്കിങ്ങിനും ഇതിന് ഗ്യാസ് കിട്ടും എന്ന് ഞാൻ പറയില്ല. നല്ല രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്താൽ അത്യാവശ്യം ഗ്യാസ് കിട്ടും. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിന് ഇറ്റ്സ് വെരി ഹെൽപ്ഫുള്ളായിരിക്കും. ഓൾമോസ്റ്റ് ഒരു 10 വർഷമൊക്കെ ആവൂലേ അമ്മ? ഈ വീട് വെച്ചപ്പോൾ നമ്മൾ മേടിച്ചില്ലേ ഇത് ബയോഗ്യാസ്? 10 years ആവും. അതിന് ഇങ്ങനെ ഗ്യാസ് നമ്മൾ കണക്ട് ചെയ്തിരിക്കും. ആ ഒരു അടുപ്പാണ് ഇത്. ആ ഗ്യാസ് നിറയുന്നതനുസരിച്ച് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാക്ക് ഉണ്ടാക്കാം മുഖത്തിടാനുള്ള. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു മിക്സി, അമ്മിക്കല്ലിലൊന്നും മഞ്ഞൾ അരച്ചെടുക്കാനുള്ള ഒരു ക്ഷമയും
കഴിവുമില്ല ഗൈസ്. മമ്മ പറഞ്ഞു എനിക്ക് അമ്മിക്കല്ലി അരയ്ക്കാനൊക്കെ അറിയാം, പിന്നെ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം മിക്സി, മഞ്ഞൾ ആൻഡ് അലോവേര. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി നമുക്ക് വെള്ളമൊന്നും ചേർക്കാണ്ട് മിക്സിയിൽ നിന്ന് അരച്ചെടുക്കാം. ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളയണം. അതൊക്കെ ആദ്യം ഒന്ന് ചെയ്യാം. തെന്നലിലേ നന്ന. എൻ്റെ എല്ലാ വട്ടുകൾക്കും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വീട്ടുകാരാണ് എൻ്റെ ഹീറോടാ. ഷമ്മി ഹീറോടാ. അവർ കൊച്ചിലെ പോലെ അങ്ങനെ തന്നെ. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും അയ്യേ നിനക്ക് വട്ടാണോ അങ്ങനെയൊന്നും ചോദിക്കത്തൊന്നുമില്ല. അവരെൻ്റെ കൂടെ നിൽക്കും. കൊച്ചു ആഗ്രഹങ്ങളല്ലേ ഇതൊക്കെ. എസ്പെഷ്യലി മൈ ഗ്രാൻഡ് മദർ, ഷീസ് ചിൽ. പക്ഷേ അവർ മുട ഇറക്കിയ അവരിടപെടും. സീനാണ്. പക്ഷേ സ്നേഹിച്ചാൽ ഷീ വിൽ ഗീവ് ഹർ ചങ്ക് ടു അസ്. ഇപ്പം ഞാനുമായിട്ട് നല്ല ബന്ധത്തിലാണ്. നമ്മൾ പണ്ട് ഭയങ്കരമൊക്കെ ആയിരുന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ നമ്മൾ ആ ടീനേജിൻ്റെ ഏജിൽ. ഇപ്പം നമ്മൾ ചങ്കുമാണ്. എനിക്ക് ഭയങ്കര സ്നേഹമാണ്, എന്നെയും ഭയങ്കര സ്നേഹമാണ്. മിക്സി എടുക്കുമ്പോൾ സൂക്ഷിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുക. അവസാനം വല്ല ഇഞ്ചിയൊക്കെ ചതച്ച മിക്സി എടുത്തിട്ട് അവസാനം ഈ പാക്ക് ഉണ്ടാക്കി തേച്ച് മുഖം ഇരുന്നെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ആരും വരരുത്. ഞാൻ കുറച്ച് നേരം ഇതിന് ഡിഷ് വാഷൊക്കെ ഇട്ട് സോക്ക് ചെയ്തൊക്കെ വെച്ച് നല്ല ക്ലീൻ ചെയ്താൽ എടുത്തിട്ടുള്ള മുഖത്തിടുന്ന സാധനമാണ്. സോ ബി കെയർഫുൾ. സമയം ഉണ്ടായിരുന്നെങ്കിൽ അമ്മിക്കല്ലിൽ അരച്ച് പൊട്ടിച്ച് കാണിക്കാറ്. സമയമില്ല ഗൈസ്. അമ്മിക്കല്ലിൽ അരച്ചുകൊണ്ടിരുന്ന ട്രെയിനിൻ്റെ വഴിക്ക് പോകും. ഈ വീഡിയോയുടെ ക്യാപ്ഷൻ എന്ത് കൊടുക്കുമെന്ന് ആലോചിക്കുന്നത്? പ്രസവരക്ഷ വിത്തൗട്ട് പ്രസവരക്ഷ വിത്തൗട്ട് കുഞ്ഞ്. മമ്മ ചോദിക്കുക ബേബീനെ കാണിക്കേണ്ടിയോ? ഓക്കെ, ഇങ്ങനെ അപ്പോൾ ഇതിന് നമ്മൾ കഴുകി വെച്ചിരിക്കുകയാണ്. ഈ മഞ്ഞളിനെ നമുക്ക് പീസാക്കി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആൻഡ് മൈ ക്യാമറാസ് ചാർജസ് ലോ ഗൈസ്. നമുക്ക് ചാർജ് ചെയ്യാം. മഞ്ഞളിൻ്റെ തൊലി കട്ട് ചെയ്തില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. മമ്മ പറഞ്ഞ പിന്നെ അതിൽ നല്ല നാടൻ മഞ്ഞൾ ഗൈസ്. എന്നാ മണം. ഇതിന് മഞ്ഞപ്പൊടിയാക്കും നിങ്ങൾ? ഈ മഞ്ഞൾ ഓക്കെ. നോക്കൂ ഗൈസ്, ഇതൊരു ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസി ആണ്. ഇതിന് കുറച്ചും കൂടി അരയാനുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ കുറച്ച് തിക്കാവുമായിരിക്കും. എന്നിട്ട് നമുക്ക് എന്നും ഇടാം, എന്നും പാക്കിട്ട് വെളുക്കാം. നമ്മൾ ഈ കയ്യിലെ ടാനൊക്കെ പോകുമെന്ന് നോക്കാം, ടെസ്റ്റ് ചെയ്യാം. ഗൈസ്, നമ്മൾ മിക്സി നേരെയല്ല വെച്ചത്. ഇതുപോലെ അടപ്പുള്ളൊരു കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ ഭദ്രമായിട്ടിരിക്കും. തുറന്നൊന്നും കൊണ്ട് വെക്കാതിരിക്കുക. ഗ്ലാസ് കണ്ടെയ്നറിലൊക്കെ വെച്ചാൽ കുറച്ച് നന്നായിരിക്കും. ഇവിടെ ഗ്ലാസ് ഒന്നുമില്ല. മിക്സി കഴിച്ച് നമുക്ക് മുഖത്ത് വയ്ക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആൻഡ് വാട്ട്സ് നെക്സ്റ്റ്? ഇനി നമുക്ക് പാക്ക് ഇടുന്നതിന് മുമ്പ് നമുക്ക് തലയിൽ ഒരു ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാം. നമുക്ക് നമ്മുടെ ലൈലയുടെ നേതൃത്വത്തിൽ. ഹൗസ് വർക്ക്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. നമുക്കപ്പം കുറച്ച് എണ്ണ ഡബിൾ ബോയിൽ ചെയ്യാം. അപ്പം നമുക്കിത് കുറച്ച് ഇതിലോട്ട് പകർത്താം. എണ്ണ മൊത്തം ഒരു പകർത്തൽ കളിയാണ്. ഇത്ര മതിയാകും. ഇല്ലെങ്കിൽ ഇവർ എണ്ണ മൊത്തം എൻ്റെ തലയിൽ ഒഴിച്ച് കുളിപ്പിച്ച് അവസാനം എണ്ണ പോകാൻ വേണ്ടി മാസങ്ങളെടുക്കും. കുറച്ച് മതി.
ഇനി നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാം. എങ്ങനെയാണ് ഡബിൾ ബോയിൽ ചെയ്യുന്നത് നമുക്കറിയോ ഗൈസ്? ഇത് വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുക. ചൂടില്ല, പക്ഷേ ഇവിടെ നമുക്ക് ചൂടുവെള്ളമുണ്ട്. ആ ചൂടുവെള്ളത്തിലോട്ട് നമ്മുടെ ഈ ഒരു എണ്ണ ഇറക്കി വയ്ക്കുക. എണ്ണ അതിൽ ചരിഞ്ഞു പോയി കഴിഞ്ഞാൽ മമ്മ വിൽ കിൽ മീ. അല്ലെങ്കിൽ ആ മൊത്തം വെള്ളത്തിൽ എണ്ണ ചരിയും. മമ്മ എന്നെ ശരിയാക്കും. വെള്ളത്തിൽ നമുക്ക് നമ്മുടെ എണ്ണ ഇറക്കി വെക്കാം. Yeah, I will show you. ദിസ് ഈസ് ഡബിൾ ബോയിലിംഗ്. നല്ല തിളച്ച വെള്ളമാണ് ഗൈസ്. അപ്പം നമ്മുടെ എണ്ണ അവിടെ ഇരുന്ന് കുറച്ച് നേരം ചൂടാവട്ടെ. എന്നിട്ട് ഈ എണ്ണ നമുക്ക് തലയിൽ തേക്കാം. തലയിൽ തേച്ച് തരാൻ നമുക്ക് ഈ തള്ളേനൊന്ന് റെഡിയാക്കി എടുക്കാം. തള്ളേ പെട്ടെന്ന് വേണം അങ്ങോട്ട്. തലയിൽ എണ്ണ തേച്ചാൽ അമ്മനെ പേരൊന്ന് ഉള്ളി ഒലിച്ചുകൊണ്ടിരിക്കുന്നു. കഷണ്ടി ആവുന്നു തോന്നുന്നു ഗൈസ്. നമ്മുടെ ഹീറോ എത്തിയിട്ടിട്ട് ചൂടാണ്. അപ്പൊ അതൊക്കെ ഒരു ഭയത്തിലൊക്കെ ഉള്ളിൽ തട്ടണം. തലയുടെ ഉള്ളില്, തലയോട്ടിയിലും അമ്മ. ഒക്കെ ചെയ്തേക്കണെങ്കിൽ അള്ളി കയറി ഇട്ടേക്കുന്നത്. എൻ്റെ റൂമിലായിരുന്നു ഇവരുടെ പ്രസവം. ഞാൻ അറിഞ്ഞില്ല. ഞാൻ അറിയാണ്ട് എൻ്റെ റൂം ഒരു പ്രസവ വാർഡാക്കി. പിന്നെ ഞാൻ അത്യാവശ്യം മൃഗസ്നേഹിയായതുകൊണ്ട് ഡിസ്ചാർജ് ആവുന്നവരെ കിടക്കാൻ പറഞ്ഞു. സോ മമ്മ ഇത് എന്തൊക്കെയാണ് ചെയ്യുന്നത് പ്രസവരക്ഷയ്ക്ക്? പ്രസവരക്ഷയ്ക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത്? പ്രസവർക്ക് ഇതുപോലെ എണ്ണ കാശി തേച്ചിട്ട് കുളിക്കണം. 5 ദിവസം വെള്ളം പിടിക്കും. പിന്നെ പച്ച തല ഉള്ളിലാക്കാം. അതെ, ഉള്ളിൽ പട്ടണം. ചെറുക്കാൻ വയ്ക്കുമ്പോഴേ ശരീരം ഇളകും. നാടി നരമ്പ് തൊട്ട് 48 നാടിനരമ്പ് തൊട്ട് ഇളവിയാണ് കൊച്ചുങ്ങളെ പ്രസവിക്കുന്നത്. അപ്പൊ ആ നരമ്പുകളങ്ങ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. നമ്മളിവിടുത്തെ കുട്ടികളെയൊക്കെ ലൈലാമ്മയാണ് ടേക്ക് കെയർ ചെയ്തിട്ടുള്ളത്. കുളിപ്പിച്ചതും നോക്കിയതൊക്കെ എന്നെ വരെ. മൂത്ത ഇത്ത, രണ്ടാമത്തെ ഇത്ത, ഞാൻ, കാലി, ആദിൽ, അബ്ദു, ആദം, മറിയം ഇവിടെ ആയിരുന്നു. അതെ, ഹംദു ഇവിടെ അല്ലായിരുന്നു. ബാക്കി എല്ലാവരും ഇവിടെ തന്നെയായിരുന്നു. അപ്പം ഞാൻ കുളിച്ചിട്ട് വരുമ്പോൾ എനിക്ക് ചുക്ക് കാപ്പി ഇട്ട് വെച്ചിരിക്കണം. ചുക്കാപ്പി ഇട്ട് കാരണം അവൻ്റെ തല അമ്മാണ് ചുക്ക് കാപ്പി ഇടുന്നത്. നിങ്ങൾ ഇട്ടാ പറ്റത്തില്ലേ? അവിടെ ജോലി. ഞാൻ ഇനി ഏത് കാലത്താണ് പ്രസവിക്കുന്നതെന്ന് ആർക്കറിയാം. സാമ്പ്രാണിയില്ല, കുന്തിരിക്ക വിട്ട് പുകച്ചു ചേർന്ന കത്തിച്ചളയില്ലേ. കുന്തിരിക്ക സാമ്പ്രാണി പോലെ തന്നെ, സാമ്പ്രാണി പോലെ തന്നെ മണക്കും. സെയിം തന്നെ, വേറെ ഇതന്നേ ഉള്ളൂ. അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ. ഇവിടെ തന്നെ കാണാൻ, ഇവിടെ ഓടരുത്. പിന്നെ നമ്മൾ ഉലുവയുടെ റെസിപ്പി നമുക്ക് വേറൊരു വീഡിയോയിൽ ഉണ്ടാക്കുന്നത് കാണിക്കണേ. ഉലുവ വെച്ചൊരു പ്രസവം കഴിഞ്ഞ ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. ഉലുവ ഒരു ലേഹ്യം പോലെ ഉണ്ടാക്കും. അതൊരു ഉലുവ വെള്ളത്തിയിട്ട് കവുത്തിയിട്ട് അത് അടുപ്പി വെച്ച് വേവിച്ച് റെസിപ്പി ഇപ്പൊ ഇട്ട് അടിക്കണം.
റെസിപ്പി ഇപ്പൊ പറയണ്ട, നമുക്ക് മറ്റേ വീഡിയോ പറയാം. കരിപ്പോട്ടി ഉരുക്കി ഞാൻ പറഞ്ഞുതരാം, അത് ചെയ്തു. കൊച്ചിനെ ആട്ടി ഉറക്കിയിട്ട് പോയി, അല്ലെങ്കിൽ കൊച്ചു കരി അല്ല, കൊച്ചിനെ പാലൊക്കെ കൊടുത്ത് ആട്ടി ഉറക്കിയിട്ടാണ് കുളിക്കാൻ പോകുന്നത്. കൊച്ചു കരി വൈബ് ഫാമിലി. ഓക്കെ, സോ നമുക്ക് പാക്കിടാം. മുഖത്ത്, ദേഹത്ത്, കയ്യിൽ, കാലിൽ എല്ലായിടത്തും ഇടണം കേട്ടോ, എന്നാലേ നമുക്ക് ആ ഒരു കംപ്ലീഷൻ കിട്ടത്തുള്ളൂ. ചൂട് വെള്ളത്തിൽ കുളിക്കാൻ. ഈ മഞ്ഞ പോകുമോ ഇല്ലേന്ന് എനിക്കിപ്പോൾ ഒരു സംശയം ഗൈസ്. കുറച്ച് കഴിയുമ്പോൾ കോളേജിൽ പോകാനുള്ളതാണ്. ഗൈസ് മഞ്ഞൾ ഇടുന്ന പോലെ അല്ല, തേച്ചരച്ച് കളയാൻ നല്ല കഷ്ടപ്പാടാണ്. ഓക്കെ, എനിക്ക് ഞാൻ 2 റൗണ്ട് ഫേസൊക്കെ കഴുകേണ്ടി വന്ന്. നമുക്കടുത്തത് താഴെ പോയി ചുക്കാപ്പി കുടിക്കാം. എല്ലാം സെറ്റാണ്. ചുക്കാപ്പി കുറച്ച് തണുത്ത് പോയി ഗൈസ്, ഞാൻ ലേറ്റായി പോയി. ചുക്കാപ്പി കിണ്ണത്തിൽ കുടിക്കുമ്പോൾ ഗ്ലാസ്സിൽ കുടിച്ചിടുന്നൊക്കെ പറയുന്നു. ഉടനെ കുടിച്ചിട്ടാണ് പിന്നെ വേറെ കൊച്ചു കരഞ്ഞൊന്നും ഇല്ലല്ലോ, കൊച്ചു കരഞ്ഞൊന്നും ഇല്ലല്ലോ. കൊച്ചു ഭയങ്കര കളിക്കായിരുന്നു. കൊച്ചിന് പാല് കൊടുത്തിട്ട് വന്ന് കുടിച്ചു. കൊച്ച് ഞാൻ അപ്പോഴേ പറഞ്ഞ് പാല് കൊടുത്തിട്ട് പോവാൻ, കൊടുക്കാതെ പോയപ്പോ ഒരുപാട് മുടിയുള്ളത് കൊണ്ട് കുഴപ്പമില്ല, പെട്ടെന്ന് കഴിയും. അമ്മ അത് കത്തിച്ച് കളയില്ലേ, ആകെ 2-3-7 മുടിയാണുള്ളത്. ഇതെന്തിനാണ് അമ്മ, ഇതെന്തിനാണ് അമ്മ ഈ കളി കത്തിക്കും? കണ്ണിന് ചെറിയ കാഴ്ച കുറവുണ്ട്, ഇപ്പം പറഞ്ഞ സമ്മതിച്ചില്ല. പേടിയാ. ഓക്കെ ഓക്കെ, മുടി ഇങ്ങനെ വിട്ടു, ഒരുപാട് മുടിയുണ്ടല്ലോ. ഇതെൻ്റെ ഗവിയിൽ നിന്ന് കൊണ്ടുവന്ന് കുന്തിരിക്കുവാണ്, ഭയങ്കര മണമാണ്. ഈ രാസനാഥി പൊടിയും കൂടി വേണമായിരുന്നു തലയിലിടാൻ. രാസനാഥി പൊടി ഇല്ല, അതിന് വേറെ എന്തെങ്കിലും ഉണ്ടോ അമ്മ? അതിലുണ്ട്, രാസനാഥി പൊടിയൊക്കെ ഇടൂലേ? യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും പ്രസവിക്കാത്ത ഒരാൾ പ്രസവരക്ഷ ചെയ്യുന്നത്. നമ്മൾ ഭയങ്കര വെറൈറ്റിയാണ്. എന്താ, ആരാണ് ഈ പ്രസവിച്ചാൽ മാത്രമേ പ്രസവരക്ഷ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞത്? പിന്നെ പ്രസവിക്കാത്തവർക്കും എന്തെങ്കിലും വേണ്ട ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ല. പിന്നെ നമുക്ക് രാസനാഥി പൊടിക്ക് കുറച്ച് വിക്സ് ഇടാം. നമുക്ക് രാസനാഥി പൊടിയില്ല, പക്ഷേ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ റോസ്മേരി ഓയിലുണ്ട്, അത് നമുക്ക് തലയിൽ തേക്കാം. ഇറ്റ് വിൽ ബി നൈസ്. നല്ല സ്മെല്ലാണ്. നമ്മുടെ തലവേദന, സ്ട്രെസ് റിലീഫിനൊക്കെ അത് നന്നാന്നാണ് പറയുന്നത്. ഓക്കെ, ഐ എം ഫീലിംഗ് ഫ്രഷ് ആൻഡ് കാം. സോറി ഗൈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ കയ്യിൻ്റെ മഞ്ഞ പോയില്ല. അപ്പോൾ നമ്മുടെ പ്രസവരക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. പ്രസവമില്ലാത്ത പ്രസവരക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. ചുമ്മയാണ് ഞാൻ അതങ്ങനെ പറയുന്നത്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിന് വലിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ വീട്ടിലിപ്പോൾ ഇവരോടെയൊക്കെ കുറച്ച് നല്ല ഫണ്ണായിട്ടുള്ള കുറേ ടൈം കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി എനിക്ക് റെഡി ആവണം, കോളേജിൽ പോകണം. സോ ജസ്റ്റ് take care of yourself, love yourself, and self-love is the best love, and self-care is the best care. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിലോട്ട് കാണാം. അതുവരേക്കും ബൈ. If you like this video, do like, share, and subscribe for more videos. And thank you for watching. Bye.